ഹായ് ഹലോ, ഇറ്റ്സ് മീ റംഷി. ഇന്നൊരു ട്രാവലിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന് ഇങ്ങനെ തോന്നുമല്ലോ. ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. 5 പേരും പിന്നെ കുട്ടികളൊരു 2-3 പേരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നമുക്കൊരു കുറച്ച് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയാലും നമുക്കൊരു അണക്കെട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്രണ്ട്സും വിളിച്ച് ഞങ്ങളോടും വരാൻ പറഞ്ഞ് അങ്ങനെ വിളിച്ച് ഞങ്ങളങ്ങനെ പോകാൻ പ്ലാനിട്ട് പെട്ടെന്നൊരു ഉച്ചയ്ക്കൊരു 2 മണിയൊക്കെ ആയപ്പോൾ തീരുമാനമായതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 3 സ്കൂട്ടിയിലായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പോയത്. പിന്നെ 2 പേര് അവിടെ തന്നെ ഉള്ളതായിരുന്നു, അണക്കെട്ടിൻ്റെ ഏകദേശം അടുത്തായിട്ട് വീടുള്ളവർ തന്നെയായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ 3 ആളും പിന്നെ എൻ്റെ ചെറിയ മോനും പിന്നെ താത്തയുടെ ഒരു മോനും ഒക്കെ ഉണ്ടായിരുന്നു, താത്തേൻ്റെ മോളും, അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ 5-6 ആളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോണ വീഡിയോ ഒക്കെ ആണ് ഇങ്ങനെ പിടിച്ചത് കേട്ടോ. അത് ബേക്കിലിരിക്കുന്ന ആൾ കുറച്ച് വീഡിയോ പിടിച്ചതാണല്ല, നമുക്ക് വണ്ടി ഓടിക്കുന്നതിനെ കൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാനും, എൻ്റെ കൂടെയാണ് എൻ്റെ ചെറിയ മോനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവന് ഫോൺ കൊടുത്ത് വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ലല്ലോ, നമ്മൾ ചെറുതല്ലേ അവന്. അപ്പോൾ അവന് പിടിച്ചിരിക്കേണ്ട ഒരു ഇതുള്ളത് കൊണ്ട് അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാനും വീഡിയോ പിടിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അങ്ങനെ നമുക്ക് അങ്ങനെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ മക്കൾക്കായാലും ബോറടിയല്ലേ, അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുക, ബോറടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമിൽ ഫുള്ള് ഇനി അവരെ പരാതിയും പരിഭവവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല നമുക്കിങ്ങനെ പോവാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മോന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ തുള്ളിച്ചാടിയിരുന്ന നമുക്ക് പോവാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് എന്തായാലും വേണ്ടില്ല നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പ്ലാനിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ചുണ്ടക്കര എന്നാണ് പേര്. ചുണ്ടക്കര അണക്കെട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ പോയി മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വയലാണ്, വയലിൻ്റെ അടുത്തൊരു കോളനിയൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം അണക്കെട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന് നോക്കിയപ്പോഴാണ് വലിയ അണക്കെട്ടും കാര്യങ്ങളൊന്നുമല്ല. ഒന്നാമതിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വളരെ കുറവാണ്, കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. നമ്മൾ അതിൻ്റെ അടിത്തട്ട് തന്നെ കാണുന്നുണ്ട്. വലിയ എന്താ പറയുക, അത്ര പേടിപ്പെടുത്തുന്ന അത്ര വെള്ളം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ മക്കൾക്ക് വേണമെങ്കിലും ഒക്കെ കളിക്കാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്ന അത്ര ആഴം ഉണ്ടായിരുന്നുള്ളൂ. മഴയില്ലാത്ത കാരണം തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ താത്തൻ്റെ മോള് അപ്പൂപ്പന്താടി കയ്യിലെടുത്ത് പറപ്പിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ അണക്കെട്ട് ഉള്ളത് മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് അവിടെ വലിയ ഒരു കണ്ടം നിറയെ സൂര്യകാന്തി നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആരുടെ തോട്ടാണ്, ആരെ നട്ടുപിടിപ്പിച്ചാണ് എന്നൊന്നും അറിയില്ല കേട്ടോ. അതിൻ്റെ ഉടമസ്ഥരെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെന്തായാലും കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ വന്നത് ഭയങ്കര ലക്കായി. അണക്കെട്ടിലേക്ക് വന്നിട്ട് സൂര്യകാന്തി കൂടെ കാണാൻ പറ്റില്ല. പിന്നെ ചുണ്ടക്കരനുള്ള അണക്കെട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള താത്തമാർ ചേമ്പൊക്കെ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അണക്കെട്ടിലിരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേമ്പ് പുഴുങ്ങിയതും പിന്നെ മുളകൊക്കെ ചുട്ടരച്ച ചമ്മന്തിയും നല്ല കുറച്ച് പൊടിയിട്ട നല്ല കട്ടൻ ചായയും ചെറിയ മധുരം ചെറിയ പൊടിയൊക്കെ ഇട്ട് നല്ല കട്ടൻ ചായയൊക്കെ ഫ്ലാസ്കിൽ ഗ്ലാസ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല അണക്കെട്ടിൽ നല്ല കാറ്റും നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്ത് ചേമ്പും ചമ്മന്തിയും കട്ടൻ ചായയും ഒക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാ ഒരു കാസറോള് നിറച്ചുണ്ട് ചേമ്പ്. പിന്നെ ചേമ്പൊക്കെ ഏകദേശം എല്ലാവരും കൂടെ തിന്നുമ്പോൾ പിന്നെ ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു അളവിൽ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ചമ്മന്തി പിന്നെ 2 തരം ചമ്മന്തി ഉണ്ടായിരുന്നു. ഒന്ന് മുളകൊക്കെ ചുട്ടരച്ച ചുവന്ന ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നൊന്ന് നമ്മുടെ ഇടിച്ച ചമ്മന്തി ഇല്ലേ, നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും അല്ലെങ്കിൽ കാന്താരി മുളകും പുളിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഇടിച്ചെടുക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അങ്ങനെ 2 തരം ചമ്മന്തി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ സൂര്യകാന്തിൻ്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക. അപ്പോൾ ഞങ്ങൾ കുറേ നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.